Good morning, students. Today we are discussing about models of teaching. ഓക്കെ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, എ മോഡൽ ഓഫ് ടീച്ചിങ് ഇസ് എ പാറ്റേൺ ഓർ എ പ്ലാൻ വിച്ച് ക്യാൻ ബി ടേക്കൺ അപ്പ് വിത്ത് എ വ്യൂ ടു ഷേപ്പ് എ കരിക്കുലർ ഓർ കോഴ്സ്, select appropriate instructional material and to guide the teacher's action. എന്താണ് ഒരു മോഡൽ ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്ലാൻ ഓർ പാറ്റേൺ ആണ്. അതായത് ഒരു ലെസൺ പ്ലാൻ പോലെ തന്നെ എന്തുകൊണ്ടാണ് ഒരു ലെസൺ പ്ലാനിനെ പ്ലാൻ അല്ലെങ്കിൽ പാറ്റേൺ അല്ലെങ്കിൽ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിന് പ്ലാൻ ആൻഡ് ഓർ പാറ്റേൺ പറയാൻ കാരണം എന്താ? ഇറ്റ് ഫോളോസ് എ certain പാറ്റേൺ അല്ലെങ്കിൽ certain സ്റ്റെപ്സ് ഓർ വി ക്യാൻ സേ ഇറ്റ് ഗോസ് ത്രൂ ഡിഫറെൻറ്റ് ഫേസസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിനെ എന്താണ് പ്ലാൻ ഓർ പാറ്റേൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം മോഡൽസ് ഓഫ് ടീച്ചിങ് ഈസ് ഓൾസോ എ പാറ്റേൺ ഓർ പ്ലാൻ. ഓക്കെ, ഇനി എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മോഡൽസ് ഓഫ് ടീച്ചിങ് സഹായിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ഷേപ്പ് എ കരിക്കുലർ ഓർ കോഴ്സ്. എങ്ങനെയാണ് ഒരു കരിക്കുലം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കരിക്കുലം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കരിക്കുലത്തിൻ്റെ കാര്യത്തിൽ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിന് എന്താണ് ചെയ്യാൻ കഴിയുക? അതായത് നമ്മൾ ഓരോ കരിക്കുലം സെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കും. കുട്ടിയിൽ നമ്മൾ എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും ലേണിംഗ് ആണെങ്കിലും ടു ബ്രിങ് ഡിസൈറബിൾ ചേഞ്ചസ് ഇൻ ദ സ്റ്റുഡൻസ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ കരിക്കുലത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലേ, ഡിസൈറബിൾ ചേഞ്ചസ് കൊണ്ടുവരാൻ തന്നെയാണ്. അപ്പോൾ പേഴ്സണലായിട്ട് കുട്ടിക്ക് ഇന്ന കാര്യങ്ങൾ അറിയണം, ബിഹേവിയറിൽ കുട്ടിയിൽ ഇത്ര മാറ്റങ്ങൾ വരണം, അതുപോലെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയിൽ ഇന്ന കാര്യങ്ങൾ കുട്ടികൾ പഠിക്കണം അല്ലെ. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ സോഷ്യലായിട്ട് കുട്ടി എങ്ങനെ ഇൻട്രാക്ട് ചെയ്യാൻ പഠിക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മളൊരു കരിക്കുലം പ്ലാൻ ചെയ്യുന്നത് അല്ലേ. അപ്പം അങ്ങനെയുള്ള ഇതിൽ പ്ലാനിങ്ങിൽ നമ്മളെ അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കാൻ എന്തിനു കഴിയുന്നുണ്ട് ഈ മോഡൽ. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ വഴിയെ പഠിക്കും, പക്ഷേ ഈ മോഡൽസ് ഓഫ് ടീച്ചിങ് തന്നെ കഴിയുന്നുണ്ട്. ഓക്കെ, അതൊരു കാര്യം. നെക്സ്റ്റ് വൺ ഇസ് ടു സിലക്ട് അപ്രോപ്രിയേറ്റ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ അല്ലേ. നമ്മളൊരു പ്ലാൻ അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കാൻ പോകുന്നതിന് മുന്നേ എന്തൊക്കെ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ക്ലാസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് പറഞ്ഞു തരാൻ ആർക്ക് കഴിയുന്നുണ്ട്? ഒരു പ്ലാൻ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു പ്ലാനിങ്ങിലാണല്ലോ ഒരു ക്ലാസ് എടുക്കാൻ പോവുക അല്ലേ. അപ്പോൾ ലെസൺ പ്ലാൻ പോലെ തന്നെ മോഡൽസ് ഓഫ് ടീച്ചിങ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയും ലെസൺ പ്ലാനിൽ ഓരോ കാര്യങ്ങൾ എപ്പോൾ ടീച്ചർ പറയണം എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മോഡൽസ് ഓഫ് ടീച്ചിങ്ങും എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സിനെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്ന സമയത്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മോഡൽസ് ഓഫ് ടീച്ചിങ്ങും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഇറ്റ് ഹെൽപ്സ് ടു ഷേപ്പ് എ കരിക്കുലം. നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് ഹെൽപ്പ് സെലക്ട് അപ്രോപ്രിയേറ്റ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ. നെക്സ്റ്റ് വൺ ഈസ് ടു ഗൈഡ് ദ ടീച്ചേഴ്സ് ആക്ഷൻ അല്ലേ. നമ്മൾ പറയുന്നുണ്ട് ദ നോളേജ് ഇസ് കൺസ്ട്രക്റ്റഡ് ഇൻ ദ ക്ലാസ് റൂം അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റിക് ക്ലാസ് റൂമിൽ നോളേജ് കൺസ്ട്രക്ട് ടീച്ചർ ഇസ് എ കോളാണ് ഓർ എ സ്കഫോൾഡർ അല്ലേ. അപ്പോൾ ടീച്ചർ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യല്ല, കുട്ടികൾക്ക് സ്പൂൺ ഫീഡിങ് നടത്തുകയല്ല വേണ്ടത് അല്ലേ. നോളേജ് എന്ത് ചെയ്യണം, കൺസ്ട്രക്ട് ചെയ്തെടുക്കണം. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്തെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ടീച്ചർ എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണം അല്ലേ, എങ്ങനെ കുട്ടികളിൽ നോളേജ് കൺസ്ട്രക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, നമുക്ക് ഒരു ഡയറക്ഷൻ കിട്ടണം അല്ലേ. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, നോളേജ് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ദിസ് മോഡൽസ് ഓഫ് ടീച്ചിങ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു ബ്രൂയിസ് ജോയ്സ് ആൻഡ് മാഷ വെയിലാണ് ഈ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു അവരാണ് എന്തിട്ടുള്ളത് 4 ഫാമിലീസ് ഉണ്ടാക്കി അല്ലേ. ഓരോരുത്തർ കോൺട്രിബ്യൂട്ട് ചെയ്ത മോഡൽസിനെ എന്ത് ചെയ്തു, ഈ 4 ഫാമിലീസിനെ കീഴിലാക്കി. അപ്പം അവരുടെ ഡെഫിനിഷൻ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതും. ഇതും നമ്മൾ എന്താണ് ഒന്നുകൂടി ഒരു ഡെഫിനിഷനും കൂടിയാണ്, അതുകൂടി നമുക്ക് നോക്കാം. ടീച്ചിങ് മോഡൽസ് ആർ ജസ്റ്റ് ഇൻസ്ട്രക്ഷണൽ ഡിസൈൻസ്. ദേ ഡിസ്ക്രൈബ് the process of specifying and producing particular environmental situations which cause the student interact in such a way that the specific changes occur in his behavior. എന്താണ് ഇത് ടീച്ചിങ് മോഡൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഇൻസ്ട്രക്ഷണൽ ഡിസൈൻസ് ആണ്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് പറഞ്ഞു തരുന്നു എങ്ങനെയുള്ള ലേണിംഗ് സിറ്റുവേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്നും അങ്ങനെയുള്ള ലേണിംഗ് സിറ്റുവേഷനിലൂടെ എങ്ങനെ കുട്ടികളിൽ നമുക്ക് വേണ്ട ബിഹേവിയർ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതും നമുക്ക് പറഞ്ഞു തരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ദിസ് ടീച്ചിങ് മോഡൽസ് ചെയ്തിട്ടുള്ളത്. അതായത് അങ്ങനെ പെർട്ടിക്കുലർ എൻവയൺമെൻറ്റ് സിറ്റുവേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം അല്ലേ. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത എൻവയൺമെൻറ്റ് സിറ്റുവേഷനിലൂടെ എങ്ങനെ കുട്ടികളുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ ഒരു മോഡൽസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതാണ് ഈ ഒരു ഡെഫിനിഷനിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് റോൾസ് ഓഫ്
റോൾസ് ഓഫ് ടീച്ചിങ് മോഡൽസ് എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, അതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു ക്ലാസ്സിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു കുട്ടിയോ രണ്ട് കുട്ടിയോ അല്ല ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലേ? നമ്മളെപ്പോഴും ഹാൻഡിൽ ചെയ്യുക എങ്ങനെയാണ്? ഒരു ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നുണ്ട്, അല്ലേ? അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഒരു ടീച്ചർക്ക് എന്ത് ചെയ്യണം? ലാർജ് നമ്പർ ഓഫ് ചിൽഡ്രൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ക്ലാസ് ലൈവ്ലിയും കണ്ടക്റ്റീവും ആക്കി വെക്കാനും ഈ മോഡൽസ് ഓഫ് ടീച്ചിങ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഫസ്റ്റ് റോൾ. സെക്കൻഡ് വൺ ഇസ് ഈ കരിക്കുലം, നേരത്തെ പറഞ്ഞു കരിക്കുലം ഉണ്ടാക്കാൻ സഹായിക്കുന്നു എന്നുള്ളത്. അപ്പോൾ കരിക്കുലം മേക്കേഴ്സിന് നമ്മൾ എങ്ങനെ ലേണിംഗ് സെൻറ്റേഡ് കരിക്കുലം ഉണ്ടാക്കുക എന്നുള്ളതിന് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ് വെറൈറ്റി ഓഫ് എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസസ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു മോഡൽസ് ഓഫ് ടീച്ചിങ് സഹായിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് പറയാം, അതുപോലെ തന്നെ നമ്മൾ പറയും, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, അതായത് എങ്ങനെ നമുക്ക് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെയാണ് എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാം, അല്ലേ? അതുപോലെ തന്നെ ലേണിംഗ് സോഴ്സസും ഒക്കെ ഇഫക്റ്റീവ് ആക്കാം, ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് മോഡൽസ് ഓഫ് ടീച്ചിങ് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെയുള്ള ഇഫക്റ്റീവും ഇൻട്രസ്റ്റിങ്ങുമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽസ് കൊടുത്താൽ മാത്രമേ ആ ക്ലാസ് എന്താവുള്ളൂ, ആക്റ്റീവ് ആവുള്ളൂ, ക്രിയേറ്റീവ് ആവുള്ളൂ. അതുപോലെ തന്നെ അത് അപ്പോഴേ ആ ക്ലാസ്സിനൊരു ലൈവ്ലി ഫീൽ വരുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ എന്ത് കഴിയുന്നുണ്ട്? ഈ ടീച്ചിങ് മോഡൽസിൽ കഴിയുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് നമ്മൾ പറയാം, ഓരോ ട്രമൻഡസ് ചേഞ്ചസ് ആണ് നമ്മൾ എഡ്യൂക്കേഷൻ ഫീൽഡിൽ വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? പക്ഷേ ഇതൊരു മോഡൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ന്യൂ ഇന്നോവേഷൻസ് ഒന്നുമല്ല. കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഈ ടീച്ചിങ് ഫീൽഡിലൊരു സംഭവമാണ്. പക്ഷേ ഒരു ന്യൂ എന്താ പറയുക, നമുക്ക് ക്രിയേറ്റീവ് വേ ആണെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് എന്താണ് സ്റ്റിമുലേറ്റ് ചെയ്യാം, അല്ലെ? എഡ്യൂക്കേഷൻ എന്താണ്, അല്ലെ? ന്യൂ ഫോംസ്, ബെറ്റർ ഫോംസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള അതായത് അങ്ങനെയുള്ള ബെറ്റർ ഫോംസ് ഓഫ് എഡ്യൂക്കേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഇങ്ങനെയുള്ള ഈ മോഡൽസ് ഓഫ് ടീച്ചിങ്ങിന് കഴിയും, അല്ലേ? സാധാരണ ഓർഡിനറി കൺവെൻഷണൽ ക്ലാസ് റൂമിൽ നിന്ന് മാറി ഇങ്ങനെയുള്ള രീതിയിലുള്ള ക്ലാസ്സസ് ആകുമ്പോൾ അത് ആ ക്ലാസ് പെക്യുലാരിറ്റീസ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പെക്യുലാരിറ്റീസ് ക്ലാസ്സസ് ആകുമ്പോൾ ആ ക്ലാസ് കുറച്ചും കൂടി എന്താണ്, അല്ലെ, കുട്ടികൾക്ക് എന്താണ് ഇഷ്ടപ്പെടും. അങ്ങനെ കുട്ടികളെ കൂടുതൽ ലേണിംഗ് എൻവയൺമെൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം. അപ്പം ഇറ്റ് മേക്സ് എന്താണ് ന്യൂ ആൻഡ് ബെറ്റർ ഫോംസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൂടുതൽ ഇന്നോവേറ്റീവ് വേസിൽ നമുക്ക് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ നമ്മളെ മോഡൽസ് ഓഫ് ടീച്ചിങ് സഹായിക്കും. ഓക്കെ, റോൾസ് പറഞ്ഞു കഴിഞ്ഞു. ഇത് നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഫാമിലീസ് ഓഫ് ടീച്ചിങ് മോഡൽസ്. അതാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി, ദ പേഴ്സണൽ ഫാമിലി, ദ സോഷ്യൽ ഫാമിലി, ദ ബിഹേവിയറൽ സിസ്റ്റം ഫാമിലി. നമ്മൾ പറഞ്ഞു ഇങ്ങനെ 4 ഫാമിലീസ് ആണുള്ളത്. ഈ ഓരോ മോഡൽസിൻ്റെ ഓരോരുത്തർ കോൺട്രിബ്യൂട്ട് ചെയ്ത എഡ്യൂക്കേഷണലിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഓരോ മോഡൽസിനെയും റൂയിസ് ജോയ്സ് ആൻഡ് മാഷോ വെയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ 4 ഫാമിലീസിൻ്റെ കീഴിലേക്ക് ആയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഫാമിലിക്കും ഓരോ പെക്യുലാരിറ്റീസ് ഉണ്ട്. ഓരോ ഫാമിലിയും എയിം ചെയ്യുന്നത് ഓരോ ഔട്ട്പുട്ടുകളാണ്. അതായത് അവർക്ക് ഒന്ന് എന്താണ് നമ്മുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ആണെങ്കിൽ അടുത്തത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആണ്. അതിൻ്റെ അടുത്താണെങ്കിൽ സോഷ്യലി കുട്ടിയെ എങ്ങനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഇസ് ബിഹേവിയറൽ ചേഞ്ചസ് എങ്ങനെ കുട്ടികളിൽ വരുത്താം എന്നുള്ളത്. അങ്ങനെ ഓരോ മോഡലിനും എന്തുണ്ട്, അതിൻ്റെതായ വ്യത്യാസങ്ങളും അതുപോലെ പെക്യുലാരിറ്റീസും ഉണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കാനാണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. First one, information processing model or a family. This family focuses on intellectual capacity. എങ്ങനെ കുട്ടികളുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി കൂട്ടാം എന്നുള്ളതാണ് ഈ ഒരു ഫാമിലി മോഡൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി അവർ ഡാറ്റയെ പ്രോസസ്സ് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്, വേർതിരിക്കുന്നത്, ഇങ്ങനെ അനലൈസ് ചെയ്യുന്നത്, ഇങ്ങനെ ഓരോ കാര്യങ്ങളിലൂടെ കുട്ടിയുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തു കൂടിയാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. അതിൽ പെട്ടതാണ് മാസ്റ്ററിങ് ഓഫ് മെത്തേഡ് ഓഫ് എൻക്വയറി. അന്വേഷിക്കാനുള്ള ഒരു ത്വര കുട്ടികളിൽ വളർത്തുക. നെക്സ്റ്റ് ഡെവലപ്പിംഗ് ദ സ്കിൽ ഫോർ പ്രോസസ്സിംഗ് ദി ഇൻഫർമേഷൻ. അല്ലേ, ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കൃത്യമായി വിശകലനം ചെയ്യാനുള്ള കഴിവ് കുട്ടികളിൽ ഉണ്ടാക്കുക. നെക്സ്റ്റ് വൺ ഈസ് ഫോസ്റ്ററിംഗ് ദി എബിലിറ്റി ടു തിങ്ക് ലോജിക്കലി. അല്ലെ, യുക്തിപരമായി ചിന്തിക്കാൻ, അല്ലെങ്കിൽ ലോജിക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ എന്ത് ലോജിക്കാണ് നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി ചിന്തിക്കാനുള്ള കഴിവ് വളർത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു മോഡൽ എയിം ചെയ്യുന്നത്. ഓക്കെ, ഈ മോഡൽസിൻ്റെ കീഴിൽ, ഈ ഒരു ഫാമിലിയുടെ കീഴിൽ വരുന്ന മോഡൽസും അത്
കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകളുടെ പേരുകളുമാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. ഇറ്റ് ഇസ് ബൈ ജെറോം എസ് ബ്രൂണർ. ബ്രൂണറൊക്കെ പേരുകളൊക്കെ നിങ്ങൾ സൈക്കോളജി ക്ലാസ്സിൽ ആ സെയിം ബ്രൂണർ തന്നെയാണ്. ഈ ഓപ്ഷനിൽ ഇനി വേറെ ബ്രൂണർ ഉണ്ടെന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളൊന്നും അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം സൈക്കോളജിയിൽ ആ ബ്രൂണർ തന്നെയാണ് കേട്ടോ, അത് അറിയാമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ, ഹിൽഡ തബ. നെക്സ്റ്റ് വൺ ഈസ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ, റിച്ചാർഡ് സ്വിച്ച്മാൻ. നെക്സ്റ്റ് വൺ ഈസ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ, ഡേവിഡ് ഓസ്ബെൽ. നെക്സ്റ്റ് വൺ ഈസ് മെമ്മറി മോഡൽ, ജെറി ലുക്കാസ്. നെക്സ്റ്റ് വൺ ഈസ് ബയോളജിക്കൽ സയൻസ് ഇൻക്വയറി മോഡൽ, ജോസഫ് ഷാപ്പ്. നെക്സ്റ്റ് വൺ ഈസ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് മോഡൽ ബൈ ജീൻ പിയാഷെ, കോൾബർഗ് ആൻഡ് സിഗാൽ. നമ്മൾ നോക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോഡൽസിൻ്റെ ഓരോ പേരുകൾ പഠിച്ചു വയ്ക്കുക, അതുപോലെ തന്നെ അത് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകളുടെ പേരും പഠിച്ചു വയ്ക്കുക. ഈ മോഡൽസിന് ഡീറ്റെയിലിങ്ങിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. പെട്ടെന്ന് ഒരുപാട് പേരുകൾ കേൾക്കുമ്പോൾ അത് കൺഫ്യൂസിങ് കാര്യങ്ങൾ. പക്ഷേ ഓരോ മോഡൽസും ഏത് ഫാമിലിയിലാണ് വരുന്നത് എന്നുള്ളതും നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് വൺ ഈസ് നമ്മൾ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡലിനെ പറ്റി പറഞ്ഞു. അവിടെ എന്താണ് നമ്മൾ നോക്കിയിട്ടുള്ളത്? ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി അല്ലേ. നമ്മളെ കുട്ടിയുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി കൂട്ടാൻ അല്ലെങ്കിൽ അതിന് ഡെവലപ്മെൻറ്റ് വരുന്ന രീതിയിലുള്ള മോഡൽസാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി ദ പേഴ്സണൽ ഫാമിലി എന്നുള്ള ഫാമിലിയിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് എയിംസ് അറ്റ് ദ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഓർ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനാണ് ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ടു ഇൻക്രീസ് ദ സ്റ്റുഡൻറ്റ് സെൻസ് ഓഫ് സെൽഫ് വെർത്ത്, സ്വന്തമായിട്ട് ഒരു വില കൽപ്പിക്കാൻ കുട്ടിയെ പഠിപ്പിക്കാൻ. അതായത് പേഴ്സണാലിറ്റി ഞാൻ എന്താണെന്ന് മനസ്സിലാക്കി അല്ലേ. ടു അണ്ടർസ്റ്റാൻഡ് സ്റ്റുഡൻറ്റ് themselves more fully. ഞാൻ എന്താണ്, ഞാൻ എവിടെ എത്തി നിൽക്കുന്നു, ഞാൻ എന്താവണം, എങ്ങനെ എനിക്ക് എന്താവാൻ കഴിയും, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഈ ഒരു മോഡലിലൂടെ പറയാൻ അല്ലെങ്കിൽ കുട്ടികളെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. ടു ഹെൽപ്പ് സ്റ്റുഡൻസ് റിഫൈൻ ദർ ഇമോഷൻസ് അല്ലേ. നമ്മൾ പറയാം ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കണം അല്ലേ. ആവശ്യമുള്ളടത്ത് ചിരിക്കുക, ആവശ്യമില്ലാത്തോട് ചിരിക്കും കരയും ഒന്നും ചെയ്യരുത് എന്നുള്ളത് നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അത് കുട്ടികളിൽ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ഒരു ശീലം വളർത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് അതിനെന്ത് ചെയ്യണം, അവരെ ഇമോഷൻസ് അവരെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കണം. അപ്പോൾ ഇങ്ങനൊരു മോഡൽ അതും കൂടി എയിം ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ പേഴ്സണാലിറ്റിയുടെ ഏറ്റവും വലിയൊരു ഭാഗമാണ് നമ്മളെ ഇമോഷൻസ് അല്ലേ. ആ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്യാതെ തന്നെ നമുക്കൊരു നല്ലൊരു പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം അങ്ങനെയുള്ള ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും നമ്മളെ ഈ ഒരു പേഴ്സണൽ ഫാമിലിയിൽ പെടുന്ന മോഡൽസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ടു ഫോസ്റ്റർ ദ സ്റ്റുഡൻസ് ക്രിയേറ്റിവിറ്റി, കുട്ടികളുടെ സർഗാത്മകത വളർത്താനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഈ അല്ലേ. അപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏതെങ്കിലും ഒരു തരത്തിൽ കുട്ടി ക്രിയേറ്റീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ക്രിയേറ്റിവിറ്റി കണ്ടെത്തി പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ അത് നല്ല രീതിയിൽ ആവുകയുള്ളൂ. അതായത് സ്വന്തം ക്രിയേറ്റിവിറ്റി കണ്ടിട്ട് നമ്മളെ പേഴ്സണാലിറ്റിയാണ് അത് കാണിക്കുന്നത്. ഏത് മേഖലയിലായിക്കോട്ടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയിലൂടെ നമ്മളെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് സാധ്യമാവുമെന്നാണ് പേഴ്സണൽ ഫാമിലിയിൽ പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് പറയേണ്ട കാര്യം ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ വരുന്ന ഫാമിലിയിൽ വരുന്ന മോഡൽസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ നോൺ ഡയറക്റ്റീവ് ടീച്ചിങ് മോഡൽ, കാൾ റോജേഴ്സിൻ്റെയാണ് നോൺ ഡയറക്റ്റീവ് ടീച്ചിങ് മോഡൽ. നെക്സ്റ്റ് വൺ ഈസ് സിനറ്റിക് മോഡൽ, ഇറ്റ് ഇസ് വില്യം ജെ ഗോർഡൻ്റെയാണ് സിനറ്റിക്സ് മോഡൽ. നെക്സ്റ്റ് വൺ ഈസ് അവയർനെസ് ട്രെയിനിങ് മോഡൽ, വില്യം സ്വിച്ച് ആൻഡ് ജോൺ ബ്രൗൺ കൂടി ചേർന്നിട്ടാണ് ഈ അവയർനെസ് ട്രെയിനിങ് മോഡൽ ഉണ്ടാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ക്ലാസ് റൂം ടീച്ചിങ് മോഡൽ, ഇറ്റ് ഇസ് വില്യം ഗ്ലേസർ ആണ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും ഡിസ്കസ് ചെയ്തത് 2 ഡെഫിനിഷൻസ് പറഞ്ഞു മോഡൽസ് ഓഫ് ടീച്ചിങ്ങിനെ കുറിച്ച്. അതിൻ്റെ പോലത്തെ റോൾ ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ് ഇൻ ടീച്ചിങ്, റോൾ ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ് ഇൻ ടീച്ചിങ് എന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ 4 ഫാമിലീസ് അല്ലേ, അങ്ങനെ 4 ഫാമിലീസിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒന്ന് ഇൻ്റലക്ച്വൽ ഫാമിലി, രണ്ടാമത്തെ പേഴ്സണൽ ഫാമിലി, ഈ ഫാമിലീസും അതിൻ്റെ പെക്യുലാരിറ്റീസും പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കിനി അടുത്ത ക്ലാസ്സുകളിലേക്ക് പോവാം. താങ്ക് യു ഓൾ.